സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാനസയാണെങ്കിൽ കൃഷി എവിടെയാണെന്ന് അറിയാൻ മേലാതെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചുകൊണ്ടിരിക്കവേ അച്ഛൻ പറയുന്നു, കൃഷി എവിടെയാണെന്ന് എനിക്കറിയാം, ദേവ്ജിയുടെ വീട്ടിലാണ് ഇപ്പോൾ കൃഷി ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും വിശ്വസിക്കാനാകാതെ മാനസയാണെങ്കിൽ അത് കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നം അവരുടെ കുടുംബത്തെ താളം തെറ്റിക്കുമെന്ന എൻ്റെ മനസ്സ് പറയുന്നതെന്ന് മാനസയുടെ അച്ഛൻ പറയുമ്പോൾ, അങ്ങനെ തന്നെ വേണം, നമ്മൾ പല തവണ ആ കുടുംബം തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും വിജയിച്ചില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുടുംബം രണ്ടായിട്ട് തെറ്റിപ്പിരിയുകയാണ്. അതിൻ്റെ പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, മാനസ പറയുന്നു. എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ അധികം താമസിക്കാതെ കാര്യങ്ങൾ എത്തുമെന്ന് പറഞ്ഞ് മാനസ സന്തോഷത്തോടെ പോകുന്ന സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും അവളുടെ സന്തോഷം കണ്ടിട്ട് അതുപോലെ സംഭവിക്കും, അല്ലെങ്കിൽ സാഗർ കുടുംബം തകർച്ചയുടെ വക്കിലാണെന്ന് മനസ്സിലാക്കി അവരും നന്നായിട്ട് സന്തോഷിക്കുന്നു. എന്നാൽ സാഗറാണെങ്കിൽ ആകെ തകർന്നിരിക്കുവാണ്, കൃഷി വീട് വിട്ടു പോയിരിക്കുന്നു, അതുപോലെ ബലരാമൻ. അപ്പം സാഗർ ദേവ്ജി വിളിച്ച് പറയുന്നുണ്ട്, ബലരാമൻ എന്തി എന്നുള്ള ചോദ്യത്തിന് തനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല സുജാതയോട്. സുജാത വല്ലാതെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുകയാണെന്നൊക്കെ പറയുന്നതെല്ലാം സുജാതയാണെങ്കിൽ മാറി ഇന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ദേവ്ജിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പം സുജാതയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു, ബലരാമൻ ഇവിടുന്ന് പോകാൻ ഒരു കാരണത്തിൽ സാഗറും പങ്കു ചേർന്നിട്ടുണ്ട്. കൃഷി എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതുപോലൊക്കെ തന്നെയാണ് ബലരാമനും പോയെന്ന് മനസ്സിലാക്കി സുജാതയാണെങ്കിൽ സാഗറിനോട് വല്ലാതെ ചൂടാകുന്നു. എൻ്റെ മകൻ എവിടെയാണെന്നുള്ള കാര്യം എന്നോട് മറച്ചു വെക്കാൻ പാടില്ല, മര്യാദയ്ക്ക് എൻ്റെ മകനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ താക്കീത് കൊടുത്ത് സുജയ അങ്ങ് പോകുമ്പോഴത്തേക്കും സാഗറാണെങ്കിൽ ആകെ തകർന്ന് വിഷമിച്ച് നിൽക്കുവാണ്. സുജയെ സംബന്ധിച്ച് ബലരാമനും സാഗറിനെ സംബന്ധിച്ച് കൃഷിയും ബലരാമനും ഒരുപോലെയാണ്. ഒരു പാർഷ്വാലിറ്റി കാണിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. എന്നാൽ കൃഷി ആണെങ്കിൽ ആകെ തകർന്ന് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ദേവ്ജിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ കൺമണിയാണ് കൃഷിനെ ആശ്വസിപ്പിക്കാനായിട്ട് വരുന്നത്. കൺമണി തളർന്നിരിക്കുന്ന കൃഷിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഫുഡൊക്കെ വാരി കൊടുക്കുമ്പോഴത്തേക്കും കഴിക്കാൻ മടി കാണിക്കുന്നെങ്കിലും കൺമണി സ്നേഹത്തോടെ ഇങ്ങനെ നീട്ടുന്നത് കണ്ടിട്ട് വേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പം കൺമണിയും കൃഷിയും കൂടെയുള്ള സ്നേഹമൊക്കെ നോക്കി ദേവ്ജി ആണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നു. മാത്രമല്ല കൃഷിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുമ്പം കൃഷിനാണെങ്കിൽ എല്ലാ സത്യങ്ങളും മനസ്സിലായല്ലോ, സാഗർ കുടുംബത്തിൽ താൻ ആരുമല്ലെന്നുള്ള സത്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു തകർച്ചയിലും കൂടിയാണ് കൃഷി ഇപ്പോൾ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സുജിയാണെങ്കിൽ കൃഷിനെ അവോയ്ഡ് ചെയ്ത് ഒരുവിധം ഒന്ന് കോംപ്രമൈസ് ആയി വന്നിട്ടും വീണ്ടും പ്രശ്നങ്ങളായി. എന്നാൽ സാഗറിനാണെങ്കിൽ ബലരാമൻ പോയതിനേക്കാളും ഏറ്റവും കൂടുതൽ സങ്കടം കൃഷി പോയതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. കുട്ടിക്കാലം മുതൽ തൻ്റെ മകനെന്ന രൂപത്തിൽ വളർത്തിയത് കൃഷിനെ ആയതുകൊണ്ട് തന്നെ കൃഷിനോടൊരു പ്രത്യേക വാത്സല്യമുണ്ട്. തകർന്നു പോകേണ്ടിയിരുന്ന തൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കാൻ ഒരു കുഞ്ഞായിട്ട് പോലും കൃഷിയാണ് കാരണക്കാരൻ എന്നുള്ള സ്നേഹം ഒരിക്കലും സാഗറിന് മറക്കാനാകില്ല. എന്നാൽ ബലരാമൻ സ്വന്തം മകനാണെന്നുള്ള സത്യം അറിഞ്ഞിട്ട് സ്നേഹമില്ലാതല്ല, പക്ഷേ എങ്കിലും കൃഷിനെ വിഷമിപ്പിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാഗറിന് പറ്റുന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഇനി എന്താകും, സുജ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, കാത്തിരിക്കാം.